സന്തോഷം. ആൾക്കാർക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓവർവെൽഡാണ്. അതായത് ഇങ്ങനെ ഒരു ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ്. പി അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്രയും റെസ്പോൺസ് കിട്ടുന്നത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. അറിയില്ല ഇനി ബാക്കി. ഇപ്പോൾ നമ്മളെല്ലാവരും പരിചയക്കാരുടെ ഷോ ആണ്. അതുകൂടെ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഷോയും കൂടെ കണ്ടിട്ടാണ് എന്താണ് ശരിക്കുള്ള റെസ്പോൺസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ്. ഇനി സിനിമ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താണെങ്കിലും പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നോ റിഗ്രറ്റ്സ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞേട്ടൻ തന്നെ വേണേൽ പറയാം. പിന്നെ സിനിമയുടെ പേര് നമ്മൾ വിചാരിക്കുന്ന പോലെ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ പേരുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അടിപൊളി. സജിൻ ഗോപു ഒരു രക്ഷയില്ല. എനിക്ക് കലാഭവമണിനെ കുറവൊന്നും ശരിക്കും കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു സിനിമ. ഭയങ്കര സിമ്പിൾ മൂവിയാണ്. നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. കോമഡിയാണെന്ന് വിചാരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ ത്രില്ലറും പിന്നെ ബേസിലിൻ്റെ രക്ഷയില്ല. ബേസിൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ് സിനിമ. 5-ൽ 4.5 കൊടുക്കും. നല്ല മൂവിയാണ്. അത് ഞാൻ അത്ര ഇതായിട്ട് പറയണമെങ്കിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല മൂവിയാണ്. നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ഇനി കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഫാമിലി മൂവി എന്ന് പറയാം. അല്ലാത്തവർക്കും കാണാൻ പറ്റും. താങ്ക് യു. പോട്ടെ. ക്യാരക്ടേഴ്സ് നന്നായിട്ടുണ്ട്. ബേസിൽ നന്നായിട്ടുണ്ട്. മറിയാനോ നന്നായിട്ടുണ്ട്. ലിജോ ചെയ്ത ക്യാരക്ടർ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ സിനിമ കാണും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ പുസ്തകം സിനിമയാകുമ്പോൾ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പറ്റി. അത് ഇത്രയും നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് നല്ല പടമാണ്. ഇപ്പോൾ പിന്നെ ഡയറക്ഷൻ നല്ലതായിരിക്കുമല്ലോ. ഒന്നാണല്ലോ പടം നന്നായിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാ ടെക്നിക്കൽ സൈഡിലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണണ്ട പടം കണ്ടോ? നിങ്ങൾ കണ്ടോ? കാണൂലേ? പടം ഇഷ്ടപ്പെട്ടു. ഞാനതിലൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു. ക്രിസോണിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു. പടം ഇഷ്ടപ്പെട്ടു. പടം നന്നായിട്ടുണ്ട്. ഫാമിലി ഡ്രാമയാണ്. എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. ബേസിലായിട്ട് പെർഫോമൻസിന് നല്ല വേരിയേഷൻസ് ഉണ്ട്. അത് നമ്മൾ മുമ്പ് വന്നതിൽ നിന്ന് ഭയങ്കരമായൊരു കോമഡി പടം എക്സ്പെക്റ്റ് ചെയ്ത് വരരുത്. ഇത് ഭയങ്കര നല്ലൊരു ഫാമിലി ഡ്രാമയാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ്. നമ്മുടെ അംബാനിൽ നിന്ന് മരിയാനയിലോട്ടുള്ള നമ്മുടെ സജിൻ ഗോപുവിൻ്റെ ചേഞ്ചൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് ന്യൂ ഫേസ് കുറേ ആൾക്കാർ ഓഡിഷൻ ചെയ്ത് ഞങ്ങൾ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായൊരു സ്ക്രീൻ സ്പേസ് ഒക്കെ ഡയറക്ടർ ജ്യോതിഷേട്ടൻ തന്നു. വലിയ സന്തോഷമുണ്ട്. എന്തോ അത് മസ്റ്റായിട്ടും തിയേറ്റർ വാച്ച് ചെയ്യേണ്ട പടമാണിത്. ഇത് OTT-ലൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് തിയേറ്റർ വാച്ച് തന്നെ ചെയ്യേണ്ട പടമാണ്. ഞങ്ങൾ അഭിനയിച്ച പടം ആയതുകൊണ്ട് പറയല്ല. ഇത് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട പടമാണ്. മസ്റ്റ് വാച്ച്. പടം സൂപ്പറായിരുന്നു. മോള് പറയും. പറഞ്ഞു. പടം സൂപ്പറാണ്. എനിക്ക് ചെറിയൊരു ഇതുണ്ട്. അല്ല ഫാമിലിയായിട്ടൊക്കെ വന്ന് സൂപ്പറായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. എല്ലാവരും മാക്സിമം കാണാൻ നോക്കാം. സൂപ്പർ പടം. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളെപ്പോഴും ബേസിൽ ജോസഫിനെ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വേറൊരു തരത്തിൽ സ്ത്രീധനം എന്നുള്ളൊരു കാര്യം എത്തിക്കാൻ മാക്സിമം നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആണ്. എല്ലാവരും വന്ന് കാണേണ്ടതായിട്ടാണുണ്ട്. എന്നുവെച്ചാൽ വന്ന് കണ്ട് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ റിവ്യൂ പക്ക പ്രത്യേകിച്ചൊന്നും പറയില്ല. എല്ലാവരും വന്ന് കാണുക. ഗംഭീര സിനിമയാണ്. അസല് സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം. നല്ല സിനിമയാണ്. ഗംഭീര സിനിമയാണ്. ജ്യോതിഷേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യാനൊന്നും പറയില്ല. ഒരു തഴക്കവും പഴക്കവും വന്ന പോലെയുള്ള നല്ല ഡയറക്ഷൻ, നല്ല സിനിമാറ്റോഗ്രഫി, നല്ല അഭിനയം എല്ലാവരുടെയും. ഗംഭീര സിനിമ. ഞങ്ങൾ കുറേ പുതുമുഖങ്ങളെയൊക്കെ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ വിശ്വസിക്കുന്ന പടം കൊള്ളാം. സന്തോഷം. ഞാൻ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാനും അടിപൊളിയായിരുന്നു.